ഫസ്റ്റ് നമ്മൾ അഭിനയിക്കാൻ ആളൊരുക്കത്തിൽ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ്സ് ഉണ്ട്. എന്റെ ഷോൾഡറിൽ വെച്ചിട്ട് ഇപ്പൊ എന്റെ ഫേസ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ഡയലോഗ് പറയുമ്പോൾ അത് തെറ്റിയിട്ട് എന്നോട് സോറി സർ, ഞാൻ ഫസ്റ്റ് അഭിനയിക്കാൻ ചെന്നേക്കാം. നമ്മുടെ മഞ്ജു ചേച്ചിയൊക്കെ പറയും, അതായത് പുള്ളി എവിടെയാ നിൽക്കുന്നത് പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി ഈ പുതിയതായിട്ട് വരുന്ന ഒരാളെന്നുള്ളതല്ലാതെ സെയിം ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രയും സീനിയർ ഒരാള് അത്രയും ജൂനിയർ ആക്ടേഴ്സോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആക്ടേഴ്സിനോടോ ഇത്രയും റെസ്പെക്ട്ഫുൾ ആവുന്നത് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. എനിക്ക് 164 കൊടുക്കണം. നമുക്ക് ആരുടെയും പ്രതിച്ഛായ നമുക്ക് മാറ്റാം. നമുക്ക് ചീത്തയാളെ നല്ലതാക്കാം, നല്ലയാളെ നമുക്ക് ചീത്തയാക്കാം. ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ അല്ലേ, ഇത് എത്രത്തോളം മീഡിയ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ? ഫാൾസ് അലിഗേഷൻസ് ഒരു ബിഗ് പിക്ചർ സിനാരിയോയിൽ വരുന്നതല്ലാതെ ഇപ്പൊ നമ്മുടെ ഒരു കേരള ഓഡിയൻസിനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ട്. കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുന്നവരും മിസ്യൂസ് ചെയ്യുന്നവരും മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നവരും അറിഞ്ഞുകൊണ്ട് പ്രൊപ്പഗാൻഡ പുഷ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്നാണല്ലോ ഈ എക്കോ സിസ്റ്റം. നീ വലിയ കരാട്ടക്കാരനല്ലേ? ഇപ്പടിക്കടാ. ആർഡിഎക്സിന് ശേഷം ഞാൻ ഫിലിം മേക്കേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന ഇതിലൊക്കെ ജസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്തൊക്കെ കാണാൻ പഠിച്ചിട്ടൊക്കെ വിളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ലൈഫിന്റെ അവസ്ഥ, പേഴ്സണലി ഉള്ള അവസ്ഥ മോശമാവും ധൃതി കൂടുമ്പോ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പോകുമ്പോഴേ ഒന്നെങ്കിലും നമ്മൾക്ക് ദൈവവിശ്വാസം കുറച്ച് കൂടും. അമ്മ എന്തോ എന്തോ ജാതകോ മറ്റെന്തോ ഒക്കെ നോക്കിക്കാനോ അങ്ങനെ എന്തൊക്കെയോ ഇടയ്ക്ക് എന്തോ പോയി. ഞാൻ ഇതിനൊക്കെ താല്പര്യമില്ലാത്ത സ്പേസാ. അപ്പൊ ഇങ്ങനെ നോക്കിക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ഭയങ്കര ഡെസ്പറേറ്റാ, ഭയങ്കര ഇതാണ്, ഭയങ്കര സെൽഫ് ഡൗട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ പതുക്കെ അറിയാതെ അമ്മ എടുത്ത്, എന്നാലും തിരുമേനി എന്താ പറയാ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാള സിനിമയിൽ നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു അഗസ്ത്യയാണ്. വെൽക്കം ബ്രോ ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഏറ്റവും പുതിയ വിശേഷം പ്രതിച്ഛായയാണ് അല്ലെ? ഈ പ്രതിച്ഛായ എന്ന് പറയുന്ന ടൈറ്റിൽ നമുക്ക് തുടങ്ങാം. ഈ പ്രതിച്ഛായ ആരുടെയും പ്രതിച്ഛായ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. അതെ അല്ലേ? അപ്പൊ ടൈറ്റിലുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്? ഇതില് ഉണ്ണി സാറ് വിളിച്ചാണ്. ഇതിലൊരു നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ വിവേകാണ്. അപ്പൊ വിവേക് ത്രൂ ജസ്റ്റ് വിളിച്ചിട്ട് ഒരു ദിവസം സാറിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പരിസരം. അപ്പൊ ഒരു ഭാഗം ഞങ്ങള് ജസ്റ്റ് ക്യാമറ ചെയ്തു നോക്കി. പിന്നെ അപ് ടു സാറ് തീരുമാനിക്കട്ടെ. അങ്ങനെ സാറ് പറഞ്ഞു നമ്മളിത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് റെസ്പോൺസ്? എന്ത് തോന്നുന്നു? റെസ്പോൺസ് ഗുഡ്. റെസ്പോൺസ് നല്ലതാണ്. പിന്നെ ഇതില് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലോ പ്ലേ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ നമുക്ക് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഈ ക്യാരക്ടറിനെ വെറുത്തോ? ഓക്കെ, താങ്ക് യു. എനിക്ക് ഈ പടത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സീക്വൻസ് ഉണ്ട്. അതായത് താങ്കളുടെ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ കുറച്ച് സീൻസിൽ ഒന്നാണത്. CM-നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഷിഫ്റ്റ് ഉണ്ട് അവിടെ. വളരെ പൊളൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ തനിനിറം പുറത്തു വരുന്ന ഒരു സാധനം. അത് ഇറ്റ് വാസ് ഓസം ബ്രോ. അടിപൊളിയായിരുന്നു. എനിക്ക് സാറും അങ്ങനെ തന്നെയാണ് നമുക്ക് ബ്രീഫ് ചെയ്യുന്നത്. തുടക്കം ഭയങ്കര കാര്യമായിട്ടും എന്താ പറയുക, വിമർശനം ഉൾക്കൊള്ളുന്നു CM എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത്ര സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ചെയ്താൽ മതി. ആ ഒരു ഷിഫ്റ്റ് നമ്മൾ എങ്ങനെയാ വർക്ക് ചെയ്തത്? ഇല്ല മാൻ, എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മള് ഫസ്റ്റ് കാര്യം പറഞ്ഞു തുടങ്ങുന്നത്, അതായത് ഈ ആരോപണം ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ, ആ ഡയലോഗ്സിന്റെ സ്റ്റാർട്ട് മുതല് അതിന് ചേഞ്ച് ഉണ്ട്. പിന്നെ പ്രോപ്പർലി ഇങ്ങനെ കുടുക്കി കഴിയുമ്പോ ഒരു ആനന്ദം ഉണ്ട് അതില്. അതെ, വല്ലാത്തൊരു ടെററാണ് ആ സാധനം. ഓക്കെ, നമ്മള് ഈ വർഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലേ, താങ്കളുടെ വർഷമല്ലേ, നമ്മുടെ മസ്തിഷ്കമരണം ആയിക്കോട്ടെ, അനോമി ആയിക്കോട്ടെ, ഇപ്പൊ ഈ പ്രതിച്ഛായ ആയിക്കോട്ടെ, ഇതിലെല്ലാം ഏറ്റവും ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ഒരു ജേണലുള്ള പടങ്ങളല്ല. മസ്തിഷ്കമരണം വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. കൃഷാന്തിന്റെ ഡയറക്ഷൻ ഓഫ് കോഴ്സ് നമുക്ക് നേരത്തെ പറയേണ്ടി വരും. ഇപ്പോ പിന്നെ അനോമി ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇതുവരെയും മലയാളത്തിൽ കണ്ട് പരിചിതമല്ലാത്തൊരു ജേണർ. ഇപ്പോ ഇതിലാണെന്നുണ്ടെങ്കിലും വേറൊരു ജേണർ. മൊത്തത്തില് അടിപൊളിയല്ലേ ഇതുവരെയും? ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു പല ജനറേഷനിലുള്ള പല രീതിയിൽ സിനിമ കാണുന്ന ഫിലിം മേക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്താല്
നമ്മൾ അറിയാണ്ട് ഇതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും. ആ, ആ. മനസ്സിലായി. അതായത് അതല്ലാതെ നമ്മൾ വ്യത്യസ്തതയുള്ള ക്യാരക്ടർ മാത്രമേ നമ്മൾ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നതല്ല. നമ്മുടെ അടുത്ത് വരുന്നൊരു ഫിലിം മേക്കർ പറയുന്ന അതിൽ നിന്ന് ഭയങ്കര ഡിഫറൻസ് ഉള്ളൊരു വേഷം മറ്റൊരു ഫിലിം മേക്കർ നമ്മളോട് പറയുന്നോണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. ഇത് ഏകദേശമൊക്കെ അടുത്ത് വരുമ്പോൾ ആക്ടർ എന്ന രീതിയിൽ എനിക്ക് സന്തോഷം. എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, ഈ വില്ലൻ കഥാപാത്രങ്ങൾ കുറച്ച് കൂടുതൽ തേടി വരുന്നുണ്ടോ? ഐ മീൻ ഡെഫിനറ്റ്ലി. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സോക്കറ്റിൽ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നെഗറ്റീവും വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? കാരണം ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ചെയ്യാൻ ഭയങ്കര ലിബേർട്ടിയാ. കാരണം ഫുള്ളസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, എന്താ പറയാ, പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ട, ആ സ്പേസിൽ ചിന്തിക്കണ്ടല്ലേ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഡാർക്ക്നെസ് ഏതൊക്കെയോ രീതി എക്സ്പോസ് ചെയ്യുന്നു, അതില് മനുഷ്യന്മാര് ബാധിക്കപ്പെടുന്നു, അവർ റിവെഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ വെറുപ്പുണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലത്തായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പൊ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ ലിബേർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഫുള്ളസ്റ്റ് ആയിട്ട് ഒന്നും ആലോചിക്കണ്ട. ഇതിപ്പോ ആരും കണ്ട അനുകരിക്കുന്ന അല്ലാതെ വഴിയിലിറങ്ങുമ്പോൾ അടി കിട്ടുന്ന മാത്രം നോക്കി. ഇനിയിപ്പോ ഇൻ കേസ് ആരെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ നെഗറ്റീവ് ആണല്ലോ കറക്റ്റ്നസ് ഒന്നും നോക്കണ്ടല്ലോ എന്ന് ധൈര്യമായിട്ട് പറയുകയും ചെയ്യാന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോ സിനിമയിൽ വന്നിട്ട് ഏകദേശം 8-9 വർഷം അല്ലെ, 8 വർഷത്തിന് മേലെ ആയില്ലേ? അത്രയായി. ഓക്കെ, ഈ ഒരു 8 ഇയേഴ്സിലെ നമ്മുടെ മൊത്തത്തിലുള്ളൊരു ജേണി എടുക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ താങ്കൾ സ്ട്രഗിൾ ചെയ്തത് ഇപ്പോ ഏതൊരു മൂവി ഇൻഡസ്ട്രിയും ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ബോളിവുഡ് ആയിക്കോട്ടെ, ഇപ്പോ ഏതൊരു മൂവി ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ന്യൂ കമ്പറിനെ വന്ന് അവിടെ വരാൻ ഒരു പക്ഷേ എളുപ്പമായിരിക്കും. പാട് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. നമുക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടണം, നമ്മൾ അതിനനുസരിച്ചുള്ള പെർഫോമൻസസ് വരണം, ആൾക്കാർ നമ്മളെ തിരിച്ചറിയണം, നമ്മുടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് റെക്കഗ്നൈസ് ചെയ്യപ്പെടണം. അപ്പോ ഈ ഒരു 8-9 വർഷത്തെ ഒരു ജേണിയില് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് എന്തിനായിരുന്നു? കഥാപാത്രങ്ങൾക്കായിരുന്നോ അതോ എക്സിസ്റ്റ് ചെയ്യാനായിരുന്നോ, എന്തിനായിരുന്നു? എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇതിന്റെ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ തന്നെ സെൽഫ് ഡൗട്ട് ഏരിയാസ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അതിൽ നമ്മൾ എന്തൊക്കെയോ പണിയെടുത്ത് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി മീറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ആക്ടർ എന്ന രീതിയിൽ മറ്റൊരാളൊരു വർക്കിന് വിളിച്ചു തുടങ്ങുമ്പോഴാണ് ഇത് പതുക്കെ ചലിച്ചു തുടങ്ങുന്നത്. അതുവരെ ഈ വീല് ചലിക്കുന്നില്ലല്ലോ, ഒരു സ്ഥലത്ത് സ്റ്റക്കാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ത്രൂ ഭയങ്കര ഒരു സന്തോഷം തരികയും കുറെ ദൂരം ഓടിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉറപ്പായിട്ടും ഇനിയും ഓടേണ്ടത് തന്നെ ഉണ്ട്. ഈ മരത്തിന്റെ മൂട്ടില് കീഴില് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഓടിക്കോ അടുത്ത ഓടിക്കോ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇത് ടേസ്റ്റ് ചെയ്യുന്ന സ്ഥലം വരെ എത്താനാണ് ടഫസ്റ്റ് സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സ്വയം ഒരു ഡൗട്ട് ഉണ്ടാവും, നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട്, നാട്ടുകാർക്ക് നമ്മളെ വിശ്വാസമില്ല ഈ കാര്യത്തില്. ഒരു ഫിലിം മേക്കറിന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ നന്നായി അഭിനയിക്കും എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല. ആ ഫിലിം മേക്കർ എന്ത് കണ്ടിട്ട് നമ്മളെ എടുക്കണം. ഇത്രയും ചോദ്യങ്ങൾ, എല്ലാ ചോദ്യത്തിന്റെ മുന്നിൽ വലിയ ഉത്തരങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന പൊസിഷനാണല്ലോ അത്, അല്ലേ? ഓക്കെ ബ്രോ, അപ്പോഴേ ഞാന് താങ്കൾ കൂടെ വർക്ക് ചെയ്ത് താങ്കൾക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ പേരുകൾ പറയാം. ഓക്കെ, ഇവരുടെ പേര് കേൾക്കുമ്പോഴത്തേനും ആദ്യമായിട്ട് മനസ്സിൽ ഓടി എത്തുന്ന ഇൻസിഡന്റ് പറഞ്ഞാൽ മതി. ഓക്കെ, എന്താണ് ആദ്യം മനസ്സിൽ കത്തുന്നതെന്ന്? ചിലപ്പോൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചതാവും, അങ്ങനെ എന്തോ ഫൺ ആയിട്ടുള്ള ഇൻസിഡൻസ്. ഓക്കെ, ആദ്യത്തെ ആള് ഇപ്പൊ നമ്മുടെ സ്വന്തം നിവിൻ പോളി. എനിക്ക് ഭയങ്കര ഡയലോഗ്സ് ഒക്കെ ആണല്ലോ ഫൈനലി. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ടൊക്കെ കാണാതെ പഠിച്ച് അങ്ങനത്തെ ടെൻഷനിലൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ഈസി ആയിട്ട് ഇതാക്കി ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ടർ കുറച്ചുകൂടി ഈസി ആയിട്ട് അഭിനയിക്കുകയും നമ്മൾ കുറച്ചും കൂടെ സ്ട്രെയിൻ എടുക്കാനൊക്കെ ശ്രമിച്ചോണ്ടിരുന്നിട്ട് പുള്ളിക്കാരനെ കാണുമ്പോൾ ശരിയാ കുറച്ചും കൂടി ഈസി ആവാം നമുക്ക് എന്ന് തോന്നിയ മൊമെന്റ് ആണ് എനിക്ക് നിവിൻ പോളി. ഓക്കെ ഓക്കെ, ആ ക്ലൈമാക്സ് ഒക്കെ വേറെ. ഓക്കെ ഫൈൻ. ആക്ച്വലി എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പ്രതിച്ഛായ, അതായത് ഓക്കെ, ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേറെ കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോ താങ്കളുടെ ഒരു ക്യാരക്ടർ ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിനാരിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മീഡിയക്കുള്ളിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. നമുക്ക് ആരുടെയും പ്രതിച്ഛായ നമുക്ക് മാറ്റാം, നമുക്ക് ചീത്തയാളെ നല്ലതാക്കാം, നല്ലയാളെ നമുക്ക് ചീത്തയാക്കാം. അതിന്റെ ഒരു പവർ മീഡിയ പീപ്പിളുടെ കയ്യിലുണ്ട് എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ അല്ലേ, ഇത് എത്രത്തോളം മീഡിയ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാടില്?
മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റിംഗ് പവറായി. മനസ്സിലായി. എന്താ കാര്യം വെച്ചാൽ ഫോൾസ് അലിഗേഷൻസ് ഒരു ബിഗ് പിക്ചർ സിനാരിയോയിൽ വരുന്നതല്ലാതെ വ്യക്തിക്ക് എന്താ പറയുന്ന ഇപ്പൊ നമ്മുടെ ഒരു കേരള ഓഡിയൻസിനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ട്. അതൊരു വലിയ ഫാക്ടറാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഉറപ്പായിട്ടും എല്ലാം ബിൽഡ് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും ഒക്കെ പറ്റും. ഇതിപ്പോ എല്ലാ മേഖലയിലുള്ളതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനങ്ങളിലും ഉണ്ടാവുമല്ലോ. അത് നമ്മൾ നോർത്തിലേക്ക് നോക്കിയിട്ട് അജണ്ട മീഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഭയങ്കരമായിട്ട് പ്രൊപ്പഗാൻഡ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ലേ? നമ്മൾ കാര്യമായിട്ട് എനിക്ക് ആക്ച്വലി വേറൊരാളെ ഓർമ്മ വന്നു. അപ്പൊ അത് ഉണ്ടല്ലോ. അപ്പൊ ഇത് ഈ മാധ്യമം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുന്നവരും മിസ്യൂസ് ചെയ്യുന്നവരും മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നവരും അറിഞ്ഞുകൊണ്ട് പ്രൊപ്പഗാൻഡ പുഷ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. എല്ലാരും ഉണ്ട്. എല്ലാരും കൂടെ ചേർന്നാണല്ലോ ഈ എക്കോസിസ്റ്റം അല്ലേ? അപ്പൊ അതിൽ അങ്ങനെ ഒരാളെ ഞാൻ പ്ലേ ചെയ്തേക്കണം. ഓക്കെ, സൂപ്പർ. എനിക്ക് ശരിക്കും നമ്മുടെ അർണബ് ഗോസ്വാമി ആ പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടറാണ് തോന്നിയത് മൂവി കാണുമ്പോഴത്തേനും. ഓക്കെ, അടുത്ത ആള് നമ്മള് നിവിൻ പോളിയെ പറ്റി സംസാരിച്ചു. നെക്സ്റ്റ് രജിഷ വിജയൻ. രജിഷ എനിക്കൊന്ന് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ രജിഷ ഞാൻ ഒരുമിച്ച് സൂര്യ മ്യൂസിക്കിൽ ഒരുമിച്ചിട്ട് മോർണിംഗ് പ്രോഗ്രാം ചെയ്തിരുന്ന ആൾക്കാരാണ്. ഓ, നിങ്ങൾ പഴയ ഫ്രണ്ട്സാ? പഴയ. അപ്പൊ അത് ഞാൻ അവിടുന്ന് ഇറങ്ങുന്നു, ഞാൻ സിനിമയൊക്കെ ഐ മീൻ പ്ലേ അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യാനൊക്കെ പോകുന്നു. പതുക്കെ 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 നമ്മള് നമ്മുടെ ഫിനാൻസ് സ്പേസ് ഒക്കെ പതുക്കെ ഇടിഞ്ഞ് വരും. അപ്പൊ ഒരു ദാരിദ്ര്യ സ്പേസിലേക്ക് വരുമല്ലോ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ. അപ്പൊ ആ സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് വെളിച്ചൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് അനുരാഗ് കരിക്കുമ്പോൾ ഇറങ്ങണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മുടെ കൂടെ പണ്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന അങ്ങനെ ഒരാള് നല്ലൊരു പരിപാടി ഇതാക്കി. ഫസ്റ്റ് അത് സ്റ്റേറ്റ് അവാർഡൊക്കെ പിന്നാണ്. അപ്പൊ അപ്പോഴേ ഞങ്ങള് ഫോൺ ചെയ്തിട്ടുണ്ട്. അതായത് ഓക്കെ അടിപൊളി കാണണേന്നൊക്കെ പറഞ്ഞു. യെസ് കാണാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അവരുടെ ഫസ്റ്റ് ത്രൂ ചെയ്ത ഐ മീൻ ഫിലിമിലേക്ക് കയറിയ ആ മൊമെന്റും അത് കഴിഞ്ഞിട്ട് വിളിക്കുന്നതൊക്കെയാണ്. നമ്മള് പ്രൊഫഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രജിഷ വിജയൻ അന്ന് ഇപ്പോ ആങ്കറിംഗ് ചെയ്തിട്ടുള്ള സമയത്തും ഇന്നും ഒരുപാട് ഗ്രോത്ത് ഉണ്ട്. ഇപ്പൊ തമിഴിലൊക്കെ അത്രയും നല്ല റോൾസ് ചെയ്യുന്നുണ്ട്. അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ് ആയിക്കോട്ടെ മറ്റുള്ള അവാർഡ്സ് ആയിക്കോട്ടെ ഒക്കെ വരുന്നുണ്ട്. പേഴ്സണലി ഇപ്പൊ താങ്കൾക്ക് അന്നും ഇന്നും കാണുന്നതുകൊണ്ട് ഇപ്പം മസ്തിഷ്ക മരണത്തിനും ഒരുമിച്ച് അഭിനയിച്ചു. എന്താണ് അവർക്ക് പേഴ്സണലി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? അവർ അങ്ങനെ തന്നെയാണോ? ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു. ആസ് ആൻ ആക്ടർ ഒക്കെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു. ഇപ്പൊ നമുക്കിപ്പോ ഒരു ഇന്റലിജന്റ് ഷാർപ്പ് എന്ന അവിടുന്ന് NSD നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമന്നൊക്കെ വന്ന ആളാണ്. അവരുടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എയിം തന്നെയായിരുന്നു ആക്ട്രസ് എന്ന് പറയുന്ന സ്പേസ്. അപ്പൊ അതിലേക്ക് അവർ വർക്ക് ചെയ്ത് എത്തി. അതിൽ വീണ്ടും ഗ്രോ ചെയ്തു. അപ്പൊ എന്നെ സംബന്ധിച്ച് സന്തോഷം. ആസ് എ കൊളീഗ് അവർ ഇത്രയും വർഷം ചെയ്ത സിനിമകളിൽ, രജിസ്റ്റർ ചെയ്ത സിനിമകളിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള സിനിമ മസ്തിഷ്കം. ഒരുപാട് സ്കോപ്പുള്ള മസ്തിഷ്കമാണ് ഏറ്റവും ബെസ്റ്റ്. ഐ മീൻ ഞാൻ പറഞ്ഞ അത്രയും ഗംഭീര ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പം കറന്റ്ലി നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അതൊരു സന്തോഷം. ഓക്കെ, സൂപ്പർ. കൃഷാന്ത് മാൻ അതാണ് ഫസ്റ്റ് വരുന്നത്. ഓർമ്മ മാൻ, ക്രേസി ഗുഡ് മാൻ, അങ്ങനത്തെ കുറച്ച് വൊക്കാബുലറീസ് ആണ് ഓർമ്മ വരുന്നത്. ഒരു പ്രത്യേകതരം ശൈലിയാണല്ലേ പുള്ളി സംസാരിക്കുന്നത്. ഭയങ്കര രസമാണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാരോടും കമ്മ്യൂണിക്കേഷൻ അങ്ങ് എല്ലായിടത്തും എത്തും. അപ്പൊ അതിലൊക്കെ ഭയങ്കര ഷാർപ്പാണ്. അപ്പൊ എനിക്ക് ഡിസൈൻ തിങ്കിങ് ആണ് തല. ഞാന് കണ്ടപ്പോ ചോദിച്ചായിരുന്നു നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. നമുക്കിവിടെ കുറച്ച് കഴിക്കായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ആഷിഖ് അബു. ആഷിഖ് പേട്ടനെ എനിക്ക് ഇപ്പൊ ക്യാപ്റ്റൻ കൂൾ ആണോ? ഈ സിനിമയിൽ കാണുന്ന അത്രയും ടെറർ അല്ലല്ലേ സിനിമകളെ പോലെ? അതായത് സിനിമയിൽ നമ്മൾ കുറച്ചുകൂടി ഭയങ്കര കാം ആൻഡ് കൂൾ ഒരു മനുഷ്യനാണ്. ഭയങ്കര ക്യാപ്റ്റൻ കൂളാണ്. കാരണം നമുക്ക് അത്രയും പേഷ്യൻസ് ഉള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പിന്നെ ആക്ടേഴ്സിനെയും ടെക്നീഷ്യനെയും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫിലിം മേക്കറാണ്. എനിക്ക് വീണ്ടും വർക്ക് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, സൂപ്പർ. വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റട്ടെ അടിപൊളി പടങ്ങളില്. ഭാവന. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞ അനോമിയില് പിന്നെ ഞങ്ങള്
ഇന്റർവ്യൂ ടൈമിൽ ഇതേപോലെ മൂവി പ്രൊമോഷൻ ഇന്റർവ്യൂ ടൈമിലാണ് കണ്ടത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആ. വർക്ക് അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ ആ, ഓക്കെ ഒരുമിച്ച് ഒരുമിച്ച് അനോമില് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒരേ സമയത്ത് ലൊക്കേഷനിലും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പ്രൊമോഷൻ ടൈമിലാണ് കണ്ടത്. ഗുഡ് ടച്ച്. ഓക്കെ 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 സൂപ്പർ. ഇന്ദ്രൻ ചേട്ടൻ, നമ്മൾ ആറുലകം എന്ന് പറഞ്ഞിട്ടൊരു ആളൊരുക്കം. ആളൊരുക്കം. ഇന്ദ്രൻ ചേട്ടനോട് അതിനുശേഷം ഞാൻ വാരണാസിയിൽ ഇന്ദ്രൻ ചേട്ടൻ സെൻട്രൽ ചെയ്യുന്നൊരു പടമുണ്ട്, വാരണാസി ബേസ് ചെയ്ത്. അതിൽ ഞാൻ അഭിനയിച്ചു. അപ്പൊ അതിലെ ഏറ്റവും ഭയങ്കര ഫാക്ടർ ഇന്ദ്രൻ ചേട്ടന്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാന്നുള്ളതായിരുന്നു. അത് ഞാൻ 1-2 സീൻസൊക്കെ ഉള്ളു അതിൽ. ബട്ട് അതിന്റെ ക്യാച്ച് അതായിരുന്നു. അപ്പൊ എനിക്ക് അത്രയും ഹ്യൂജ് റെസ്പെക്ട് ആൻഡ് ലവ് ഉള്ള ആളാണ്. ഫസ്റ്റ് നമ്മൾ അഭിനയിക്കാൻ ആളൊരുക്കത്തിൽ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ എന്റെ ഷോൾഡറിൽ OTS വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഡയലോഗ് എടുക്കുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ എന്റെ ഷോൾഡറിൽ വെച്ചിട്ട് ഇപ്പൊ എന്റെ ഫേസ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ഡയലോഗ് പറയുമ്പോൾ അത് തെറ്റിയിട്ട് എന്നോട് സോറി സർ, ഞാൻ ഫസ്റ്റ് അഭിനയിക്കാൻ ചെന്നേക്കാം. ദേവി ഇത് അത് മറ്റേ നമ്മുടെ മഞ്ജു ചേച്ചിയൊക്കെ പറയും, അതായത് പുള്ളി എവിടെയാ നിൽക്കുന്നത് പുള്ളിക്ക് അറിയത്തില്ല, ഒരറിവില്ല മനുഷ്യന് പുള്ളിയുടെ. അല്ല, എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഈ പുതിയതായിട്ട് വരുന്ന ഒരാളെന്നുള്ളതല്ലാതെ സെയിം ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രയും സീനിയർ ഒരാള് അത്രയും ജൂനിയർ ആക്ടേഴ്സോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആക്ടേഴ്സിനോടോ ഇത്രയും റെസ്പെക്ട്ഫുൾ ആവുന്നത് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ അഭിനയിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും തോന്നില്ല ഞാൻ കുറച്ചു നാളായി അയാൾ പുതിയതാണ് എന്ന് തോന്നത്തില്ലല്ലോ. കാരണം അതിനൊക്കെ അങ്ങനെ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ അങ്ങനത്തെ ഒരു തോട്ടൊക്കെ തലയിലിടാൻ ഇന്ദ്രൻ ചേട്ടന് അറിയാണ്ട് പറ്റിയിട്ടുണ്ട്. ഓ സൂപ്പർ സൂപ്പർ, അടിപൊളി. ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ലാത്തൊരു പേരാ, പക്ഷെ എന്നാലും ചോദിക്കണം, ദിവ്യപ്രഭ എനിക്ക് ഇപ്പൊ വന്നതാ. ദിവ്യപ്രഭ DP ക്രേസിയാണ്. DP നല്ല രസമാണ് കൂടെ വർക്ക് ചെയ്യാൻ. റിഹേഴ്സലുകളോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു നോക്കലുകളോ ആ സമയത്ത് നിങ്ങൾ തമ്മിലുള്ള കുറെ ഗീവ് ആൻഡ് ടേക്സ്, എക്സ്പ്രഷൻ, കുഞ്ഞു കുഞ്ഞു ഡയലോഗ്സ് ഒന്നും ഉണ്ടാവത്തില്ല, ചുമ്മാ മുഖത്തൊക്കെ അതൊക്കെ എങ്ങനെയാ സംഭവം? അത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ആ ടൈമിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില എന്തെങ്കിലും DP കാണിക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് ഹോൾ എല്ലാവർക്കും ചിരി വരും. അപ്പൊ നമ്മള് ഫസ്റ്റ് ചിരിക്കും. ചിരിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്ക് ടു വീണ്ടും പോകും. ആൻഡ് കോ വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള എനിക്ക് കിട്ടിയിരിക്കുന്ന ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളാണ്. ഇത് കേൾക്കണം, ഇത് ദിവ്യപ്രഭ കേൾക്കട്ടെ. നെക്സ്റ്റ് ലാസ്റ്റ് ആള് നമ്മുടെ ഷൈനികം. എനിക്ക് തോന്നുന്നു കുറച്ച് എന്താ പറയാ, ഒരു ഇൻട്രോവേർട്ട് ജീനിയസ് സ്പേസ് പറയത്തില്ല. അതായത് ഞാനിപ്പോ RDX ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭയങ്കരമായ എല്ലാവരോടും സോഷ്യലൈസ് ചെയ്യാൻ അങ്ങനത്തെ ഒരാളല്ല. പക്ഷെ വർക്ക് ടൈം പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചപ്പം മച്ചാൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതായത് മച്ചാൻ ഇങ്ങനെ വന്ന് നടന്ന് ഇവിടെ പുള്ളിക്കാരനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടന്നു വരണം എന്ന് പറയുകയാണെങ്കിൽ മിക്കവാറുള്ള ആക്ടേഴ്സൊക്കെ ഓക്കെ മനസ്സിലായി. ഇതിപ്പം മനസ്സിലായാലും ഇല്ലേലും മനസ്സിലായി എന്ന് പറയും. ഷെയ്ൻ ഒരിക്കലും ബ്രോ മനസ്സിലായില്ല. ഫുൾ ഷാർപ്പായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നവരെ അങ്ങനെ അങ്ങോട്ട് ചോദ്യം ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരാൾ. സോ ഗുഡ്. അല്ല, നമ്മള് പൊതുവെ പുറത്തുനിന്ന് കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും അയ്യോ ഇങ്ങനെ മിണ്ടാണ്ട് പ്ലേ ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഭയങ്കര ധാരണ ഉണ്ടാക്കുന്ന പ്ലേ ചെയ്യുമ്പോ അങ്ങ് നോക്കാം എന്നുള്ള സംഭവത്തെക്കാളും കൂടുതൽ എന്താ അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് അവിടുത്തെ ക്ലാരിറ്റി വരുത്താൻ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഭയങ്കര രസമുള്ള ആക്ടറാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു 8-10 വർഷം മുന്നത്തെ താങ്കളുടെ ഒരു ലൈഫ് എടുക്കുമ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ മിനി സ്ക്രീനിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ബിഗ് സ്ക്രീനിൽ വന്നതിന് ശേഷം കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഇസ് വെരി ഡിഫറെന്റ്. അത് ഒരു പുതിയൊരു നേരത്തെ പറഞ്ഞ ഒരു വാർഫീൽഡ് ആണ്, പുതിയ തരത്തിലുള്ള ആൾക്കാരാണ്, പുതിയ തരത്തിലുള്ള ചിന്തകളാണ് എല്ലാം. അപ്പോൾ ഈ നമ്മുടെ പുറത്തു നിന്ന് കാണുമ്പോൾ നമ്മൾ ആൾക്കാർ പറയുന്നുണ്ട് ഈ മൂവി എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് പൊളിറ്റിക്സും കുറച്ച് സൂപ്പർസ്റ്റിഷ്യസും കുറച്ച്, അതായത് ഒരു നടന്റെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു നടിയുടെ ഒരു വർക്ക് കുഴപ്പമായി കഴിഞ്ഞാൽ അടുത്തത് അവർക്ക് ലക്ക് ഫാക്ടർ ഉണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ഊഹാപോഹങ്ങളൊക്കെ ശരിക്കും ശരിയാണോ? ഈ ഊഹാപോഹങ്ങൾ ആ ആംഗിളിൽ നിന്നൊക്കെ നോക്കിയാൽ ഓക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇതിൽ ഇപ്പം മണി, ഫെയിം, ഇങ്ങനത്തെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ബൈ പ്രോഡക്ട്സ് ഉള്ള അങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ കുറേ പേര്, അതും നിങ്ങളുടെ സിനിമ ഇന്ന് ഹിറ്റായാൽ നാളെ ഹിറ്റ് ആവണമെന്നില്ല, അത്ര അൺസർട്ടനിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്പേസിലേക്ക് കുറെ ആളുകൾ ആ ഏരിയയിൽ കോമ്പീറ്റ് ചെയ്യണം. അപ്പൊ ആ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത്
എന്താ പറയുന്ന, ഉറപ്പായിട്ടും എല്ലാ പ്രൊഫഷനിലും ഉള്ളതുപോലെ എന്താ പറയുന്ന പൊളിറ്റിക്സോ അല്ലെങ്കിൽ ചിലരെ ഇഷ്ടമാണ്, ചിലരെ ഇഷ്ടമല്ല, ഇങ്ങനത്തെ സ്പേസോ ഇതൊക്കെ വരാം. എനിക്ക് തോന്നുന്നത് നോർമൽ ഹ്യൂമൻസിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിലേക്ക് ഒരു വലിയ പോപ്പുലേഷൻ ഏതെങ്കിലും തരത്തിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്നവരോ ഒക്കെ തമ്മിൽ കോൺഫ്ലിക്റ്റും വരാം. പക്ഷെ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും ഒരു സ്ഥായിയായ കോൺഫ്ലിക്റ്റ് വെച്ച് ആരെങ്കിലും എവിടെങ്കിലും നടക്കുന്നു. കാരണം അങ്ങനത്തെ ചില സമയത്ത് ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് മാറാവുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പേഴ്സണലി ഒരു പ്രശ്നമില്ലാത്തവരും ഒക്കെ തന്നെ ആയിരിക്കും. അത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ സിനിമയിൽ നമ്മൾ അറിയാവുന്നവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എല്ലാ പ്രൊഫഷനിലും ഈ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ നമ്മൾ നേരത്തെ സംസാരിച്ച, അതായത് ഈ ഒരു കരിയർ നമ്മുടെ ഈ മീഡിയ ഫീൽഡ് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയുമ്പോൾ നമുക്ക് നാളെ നമുക്ക് ഇൻകം ഉണ്ടോ നമുക്ക് അറിയില്ല, നാളെ നമുക്കൊരു വർക്ക് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇന്ന് കയ്യിലുണ്ടെങ്കിൽ ഇന്നുണ്ട് എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഒരു പരിപാടി. ഓക്കെ, അപ്പോ ഇത് എപ്പോഴെങ്കിലും നമുക്കൊരു സെൽഫ് ഡൗട്ട്, നേരത്തെ പറഞ്ഞു നമുക്ക് ഇതാവാൻ കഴിയുമോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ട് ഉണ്ടെന്നുള്ളത്. ചില സമയത്തെങ്കിലും നമ്മളൊന്ന് പിടിച്ചിങ്ങനെ വലിക്കില്ലേ, ഒരു ഡൗൺ ആക്കില്ലേ? ചിലപ്പോൾ 2-3 മാസം നമുക്കൊരു ഷൂട്ട് ഇല്ലാണ്ട് ഒന്ന് ഇരിക്കുമ്പോ ഇനി എന്ത്, അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു അതില്ലാതെ നമുക്ക് കടന്നു പോകാനാവൂല ഇതില്. ഉറപ്പായിട്ടും എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷവും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു ഫേസ്, അതിന്ന് എന്തോ ഒരു കാര്യം ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ചെയ്തു, ഇനി കോൺഫിഡന്റ് ആയിട്ട് ചെയ്ത സംഭവം ആളുകളുടെ മുന്നിലേക്ക് വെക്കണം. അപ്പൊ നമ്മൾ വിചാരിച്ച അത്ര ഒരു കോൺഫിഡൻസ്, ആ ഒരു സ്പേസിലേക്ക് അവർ റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെ നമുക്ക് ഈ പ്രൊഫഷനിൽ നിൽക്കാനാവൂല, സ്ഥായിയായി കോൺഫിഡന്റ് ആയി നിൽക്കാനാവൂല. കാരണം ഇതിൽ നമുക്ക് ഡൗട്ട്സ് വരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി ചെയ്യാമായിരുന്നു എന്ന് തോന്നും. അങ്ങോട്ട് വർക്കാവാത്തപ്പം എന്തുകൊണ്ട് വർക്കാവുന്നില്ല എന്ന് തോന്നാം. ഇതെല്ലാം ഉണ്ട്. ഈ നിരാശ വരും. വീണ്ടും എന്തെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സിനിമയൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ട് ഒന്ന് ചാർജായി, അങ്ങനെയൊക്കെ തന്നെയാണ് ജേണി. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഇതിനെ പതുക്കെ കുറേ വർഷം നിന്നവര് ഇതേ പാറ്റേൺസ് ക്രാക്ക് ചെയ്തിട്ട് അൺഅഫക്റ്റഡ് ആയി നിൽക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുന്ന, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആദ്യം നോർമലി നീന്തിട്ടല്ലേ ഇവരുടെ കൊണ്ട് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മളൊക്കെ നീന്തുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് കിതക്കലും എല്ലാം. എന്നാൽ എപ്പോഴെങ്കിലും പിന്മാറാൻ ഒരു ടെൻഡൻസി ഒരിക്കലും ഇല്ല. അതിനൊരു കൈയടി. സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു സെഗ്മെന്റിലോട്ട് പോവാം. എന്റെ നാക്ക് വന്നപ്പോഴും വിളിക്കുവാണ്. ഓക്കെ, സെഗ്മെന്റിന്റെ പേര് സ്പിറ്റ് ദ ഫാക്ട്. ഓക്കെ, അപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മള് സിനിമയിൽ വന്നിട്ട് ഫസ്റ്റ് ചോദ്യം ഇതാണ്. നമ്മള് സിനിമയിൽ വന്നിട്ട് ഈ ഒരു കടമ്പ കടക്കാനാണ് ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ടത് എന്ന് പറയുന്നൊരു കാര്യം, അതെന്താ? എനിക്ക് തോന്നുന്നു ചിലപ്പോ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ആവാം. എനിക്ക് തോന്നുന്ന വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി വരാനായിരുന്നു. അതായത് എന്നെ പോലെ ഉള്ളൊരാൾക്ക് എന്താ പറയുന്ന, ഫിലിം മേക്കേഴ്സിനെ പോയി കണ്ട് ആ ഓപ്പർച്യൂണിറ്റി കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ നമുക്ക്. അയ്യോ ഇതിന് പറ്റുന്നില്ല, ഇതിന് ഞാൻ മോശമാണ് എന്ന് ഉള്ള തോന്നലല്ലേ. അതിനെ എന്താ പറയുക, ആ സമയത്ത് നമുക്ക് തോന്നുന്നു ചിലപ്പോൾ ഇനി ആരും വിളിക്കില്ലേ, അല്ലെ ഞാൻ ഫുൾ എൻ്റെ ക്യാരക്ടർ മാറ്റേണ്ടതായുണ്ടോ, അങ്ങനെ മാറ്റാനും എനിക്ക് പറ്റുന്നില്ല. നമ്മുടെ ഒരു സത്വം ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ഇത് കളഞ്ഞുകൊണ്ട് നിൽക്കുക എന്നുള്ളതല്ല, പക്ഷെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള സ്ഥലത്തുനിന്ന് നമ്മളൊരു വർക്ക് കണ്ടിട്ട് ചുറ്റുമുള്ള ഒരുപാട് നല്ല ഫിലിം മേക്കേഴ്സും ആർട്ടിസ്റ്റുകളും ഒക്കെ റെസ്പോണ്ട് ചെയ്തു. അപ്പോഴാണ് നമുക്കും ഓക്കെ ഡൂയിങ് സംതിങ്, എന്തെങ്കിലും എവിടെയോ വർക്ക് ആവുന്നുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഇൻസോംനിയൊക്കെ ഇറങ്ങിയിട്ട് ഇൻസോംനിയുടെ റെസ്പോൺസസ് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസവും ഒരു എന്താ പറയുക ഒരു എനർജിയൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. വൺ പോസിറ്റീവ് ആൻഡ് വൺ നെഗറ്റീവ് അബൌട്ട് ബീങ് ആൻ ആക്ടർ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. അതായത് ഒരു ആക്ടർ ആയതുകൊണ്ട് ഈ ഒരു പോസിറ്റീവ്സ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, ഈ ഒരു അഡ്വാൻറ്റേജസ് ഒക്കെ കിട്ടുന്നുണ്ട്, എന്നാൽ ഈ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് പറയാം. എനിക്കിതിന്റെ അഡ്വാൻറ്റേജസ് മാത്രമേ ഇതുവരെ കിട്ടിയില്ല. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാൻ മിക്കവാറുള്ളവർ പ്രൈവസി എന്നോ അല്ലെ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മലയാള ആക്ടറിന് കുമളി ബോർഡർ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നമ്മളെ അറിയത്തില്ല. ഇപ്പൊ ഇത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഒന്നും വേണ്ട, നമുക്ക് ചുമ്മാ ഒരു ഊട്ടി കൂടെ കൊടൈക്കനാലും പ്രത്യേകിച്ച് വലിയ പ്രശ്നം. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിലോ കൊച്ചിയിലോ എവിടെ നിന്നാലും പ്രൈവസിക്ക് ഒരു പ്രശ്നമില്ല.
എന്നെ പ്രൈവറ്റ് ആയിട്ട് തന്നെ കാണുന്നത്. ഓക്കെ 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 സൂപ്പർ സൂപ്പർ ബ്രോ. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട് ഇൻ സിനിമ ഞാൻ നേരത്തെ ചോദിച്ചാണ്, നമുക്ക് ഒരാൾ എടുത്ത് പറയാൻ പറ്റും. അതായത് ഏത് പാതിരാത്രിക്ക് എനിക്ക് വിളിച്ചിട്ട് മച്ചാനെ അല്ലെങ്കിൽ എടാ എടി എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ? അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല, ഐ മീൻ എനിക്കിപ്പം ബേസിക്കലി അങ്ങനത്തെ എന്ത് പേഴ്സണലി കരിയർ ബേസ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വിങ്സ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നത് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് നിതിൻ കെ വി എന്നാണ് അവൻ്റെ പേര്. അവൻ ഫീച്ചർ ഫിലിം ഡയറക്റ്റ് ചെയ്ത് വരും. അപ്പോൾ എനിക്കൊന്ന് ഞാൻ അവൻ്റെ അടുത്താണ് കൂടുതലും, ഞാൻ അവനോടാണ് കുറച്ചും കൂടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ഡിപ്പെൻഡന്റുമാണ് ഞാൻ. ഫിലിം ദാറ്റ് യു വിഷ് ടു ബി എ പാർട്ട് ഓഫ്, അതായത് ഈ പടത്തിന്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ പടം കണ്ടതിന് ശേഷം. അങ്ങനെ അങ്ങനെ ഈ കിട്ടുന്നതൊക്കെ തന്നെ ബോണസ് ആയതിന്റെ പേരിൽ ഞാൻ അങ്ങനെ എന്നാലും നമുക്ക് ചില സിനിമകൾ കാണുമ്പോഴേ ക്യാരക്ടേഴ്സ് കാണുമ്പോ അയ്യോ എനിക്ക് ഇതുപോലത്തെ ഒരു സാധനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു സാധനം വരില്ലേ? എനിക്ക് റീസെന്റ് അതുപോലത്തെയോ അല്ലെങ്കിൽ ഞാനിപ്പോ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ആക്ടർ അടിപൊളിയായി ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതില് നമ്മുടെ ഫേസ് വെച്ചോ നമ്മുടെ ഇത് വെച്ചിട്ടോ ഞാൻ ആലോചിക്കാറേ ഇല്ല. അതാ എന്റെ ഇത്. നമുക്കിപ്പം ചിലപ്പോ വർക്ക് ആവാത്തതോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അടിപൊളി എന്ന് പറയുന്നതായിരിക്കുമല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഇഷ്ടപ്പെടുന്നതൊക്കെ അവര് ചെയ്തോണ്ടാ ഇഷ്ടപ്പെട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് മാറ്റി ചോദിക്കട്ടെ, ആ ചോദ്യം ഞാനൊന്ന് മാറ്റിയിട്ട് ഇനി ഏത് തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്യാൻ ആഗ്രഹം? അതായത് എനിക്ക് ഇന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിന് ചെയ്യണം. എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാം ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും അങ്ങനെ ഇല്ലടോ. ഇല്ല അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞാ ടോട്ടൽ പരിപാടിയിൽ ആരോ എവിടെയോ ഇരുന്ന് ഒരു സിനിമ എഴുതാണ്, അതിലെ ക്യാരക്ടറും എഴുതാണ്. അപ്പൊ ആ ക്യാരക്ടർ അത്രയും ക്യൂരിയോസിറ്റിയോടെ തന്നെ ആ വരുന്ന ക്യാരക്ടേഴ്സിനോടെ നോക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ ഞാൻ ഒരു ടെംപ്ലേറ്റിലും എന്നെ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർക്കാവൂല. മനസ്സിലായോ? അതായത് പെട്ടെന്ന് നമ്മളിപ്പോ എന്താ ബാഹുബലി എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് നോക്കിയാലും നമുക്ക് അയ്യേ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നമുക്ക് തന്നെ അങ്ങോട്ട് ശരിയാവില്ലല്ലോ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ആളെ അല്ല ഞാൻ പ്രതിച്ഛായയിൽ കണ്ടത്, ആ ആളെ അല്ല ഞാൻ മസ്തിഷ്ക പഠനത്തിൽ കണ്ടത്, ആ ആളെയല്ല ഞാൻ അനുഭവയിൽ കണ്ടത്. അത് താങ്കളുടെ വിജയമാണ്. ഓക്കെ സൂപ്പർ. ഒരു ആക്ടർ ഉണ്ടോ താങ്കൾക്ക് അസൂയ തോന്നിയിട്ടുള്ളത്? ഇത് എങ്ങനെയാ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്ന ഒരു അസൂയ തോന്നി നമുക്ക്? എനിക്ക് അത് ഇർഫാൻ ഖാനാണ്. Okay. ഞാൻ ഭയങ്കര ഹാർഡ് കോർ. ഞാൻ അങ്ങനെ ഒരുപാട് ഫോറിൻ ഫിലിംസും ഒരുപാട് ബോളിവുഡ് ഫിലിംസും അതിലെ ഡയറക്ടേഴ്സ് അതിന്റെ ക്യാമറമാൻ ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഞാൻ ഒരു സിനിമ കാണുന്നു, ആ സിനിമ കാണുകയാണ്, മനസ്സിലായി, ആ സിനിമ ഇഷ്ടപ്പെട്ടു, ആരാണ് ഇതിന്റെയൊക്കെ പരിപാടി എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ അതിന് മുകളിലേക്ക് ഭയങ്കരമായി റിസർച്ച് ഓറിയന്റഡ് അത്രയും കാണുന്നതല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഫസ്റ്റ് ഇർഫാൻ ഖാന്റെ ഒരു ഫിലിം കണ്ട് അത് കഴിഞ്ഞിട്ട് വേറെ എന്തായിരിക്കും അങ്ങനെ തേടിപ്പോയി കുറെ സിനിമ കണ്ടതാണ് പുള്ളിയുടെ. അപ്പം പുള്ളിയുടെ സംഭവത്തില് എന്താ പറയുന്ന ഒട്ടും ഫോഴ്സ് ചെയ്യാതെ ബീയിങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എല്ലാ ഇമോഷനും കൺവേ ചെയ്ത് നമ്മൾ എന്തൊക്കെയോ ഊതിപ്പെരിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇതങ്ങ് മാക്സിമം ട്രൂത്ത്ഫുള്ളി എക്സ്പ്രസ് ചെയ്യാനാണ് നോക്കുന്നത്. പുള്ളിക്ക് ആ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ റിലാക്സേഷൻ ഉണ്ട്. വളരെ പുതുമയുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, സിനിമയിൽ വരണതിന് മുന്നേ ഈ ആക്ട്രസിനെ നോക്കി ഞാൻ കസ്റ്റഡി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരാളുണ്ടോ? ഈ മാധുരി ദീക്ഷിതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭാനുപ്രിയ മാമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ. ഓക്കെ, നമ്മൾ ഇവിടെ പറയുന്നില്ല കേരളത്തിൽ നിന്ന് പിടിക്കുകയാണെന്ന് തോന്നുന്നു. അല്ലല്ല, ഐ മീൻ ഭാനുപ്രിയ നമ്മുടെ മലയാള ഇതല്ലേ. ഇപ്പോഴത്തെ ഉള്ള ആക്ട്രസിനെ ഒന്നും പറയുന്നില്ല. എന്റെ കണ്ടന്റ് അതാ. ഓക്കെ, എന്തായാലും എനിക്കറിയാം താങ്കൾ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ അടുത്ത് വന്ന് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ താങ്കളുടെ ജേർണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോകുന്നു. ആൻഡ് ആൾക്കാർക്ക് റിമാർക്കബിളി മെമ്മറബിളി മനസ്സിൽ വെക്കാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ റിഗാർഡ്ലെസ് ഓഫ് സ്ക്രീൻ സ്പേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെംപ്ലേറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് കാസ്റ്റഡോ ആയിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യം. അപ്പോ ഇനിയും താങ്കളുടെ മുഖവും താങ്കളുടെ അഭിനയവും താങ്കളുടെ ടാലന്റും കണ്ടിട്ട് ഇതിനും നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. 2026 ഇനിയുണ്ട് മാസങ്ങള്, അവിടെയും വരട്ടെ. 27, 28, 29 അങ്ങനെ അങ്ങ് പോട്ടെ. ഓൾ ദി ബെസ്റ്റ് ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.